പ്രിയരെ, സ്വാതന്ത്ര്യത്തിൻ്റെ 78ാം പിറന്നാളിട്ടും മലമടക്കുകളിലും കാട്ടുമൂലകളിലും കഴിയുന്ന ആദിവാസി ജന്മങ്ങൾ ഇന്നും സാമൂഹിക ജീവിതത്തിന്റെ പുറമുഖിലാണ്. എത്ര നൂറ്റാണ്ടുകൾ വീണടിഞ്ഞു, എത്ര സിംഹാസനം വഴിയടിഞ്ഞു, കെട്ടുപോ ജീവിതത്തിനകത്തിലൂതി കാട്ടുമക്കൾക്കിന്നും കണ്ണുനീര്, കാട്ടുമക്കൾക്കിന്നും കണ്ണുനീര്. വനാവകാശ പരിരക്ഷ ഇല്ലാത്ത പേരിൽ ഏറ്റവും ദുർബലരായ ഒരു പാരിസ്ഥിതിക ജനതകളിൽ ഭരണകൂടവും നിയമ സംവിധാനങ്ങളും ചേർന്ന് നടത്തുന്ന അധികാര പ്രയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ വിഷത്തിന്റെ പേരിൽ ആൾക്കൂട്ടങ്ങൾ നടത്തിയ നമ്മുടെ സഹോദരൻ മധുവിന്റെ മായാത്ത ഓർമ്മകളുണ്ട്. പോഷകാഹാരക്കുറവ് മൂലം ആദിവാസി വീടുകളിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന വാർത്തകൾ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കഥയാണ് ഞാൻ ഇവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഒരു സംഭവ കഥ. ഒരു ദളിതന്റെ പീഠാനുഭവങ്ങളെ കേന്ദ്രബിന്ദുവാക്കി പ്രമുഖ തമിഴ് സാഹിത്യകാരൻ ജയമോഹൻ രചിച്ച കഥയുടെ കഥാപ്രസംഗാവിഷ്കാരം. കഥ 100 സിംഹാസനങ്ങൾ. അന്ന് വൈകിട്ട് തമിഴ്നാട് കോട്ട സർക്കാർ ആശുപത്രിയുടെ ഗേറ്റ് കടന്ന് ജില്ലാ കളക്ടറുടെ വാഹനം എത്തിയപ്പോൾ ആശുപത്രി ജീവനക്കാർ പരിഭ്രമിച്ച് പരക്കം പറഞ്ഞു. ഡോക്ടർ വടിവേലു കാറിനടുത്തേക്ക് ഓടിയെത്തി. വാങ്ങി സാർ, ഉള്ളിൽ നോ വടലാം എപ്പടി നീറ്റ് താനാ സാർ, ഏതാവത് കംപ്ലൈന്റ്? യെസ്, ലെറ്റ് മീ സീ. ഡോക്ടറോടൊപ്പം കളക്ടർ വാർഡിലേക്ക് കയറി. കട്ടിലിൽ 2-3 പേർ, തലയിൽ തലങ്ങും വിലങ്ങും രോഗികൾ, ഈച്ചയും കൊതുകും ദുർഗന്ധവും. ഡോക്ടർ, എന്നാ ഇത് നരകമാ? സാർ, இந்த സ്റ്റാഫിന്റെ ബെഡിന്റെ മെഡിസിനിലെ സർക്കാർ ഹോസ്പിറ്റലിലാണ്. വാട്ട് ക്യാൻ ഐ ഡു സാർ? പെട്ടെന്ന് ആ ചപ്പാത്തി മുകളിലേക്ക് ഒരു നിരക്കം കീറി താക്കി ഒരു ഉഠ മീരാഗി വ്രണം നിറഞ്ഞും നോവിലുയരും നിലവിളിയും വന്നമായേതോ മുരച്ചയുടെ കത്തുന്ന കണ്ണും കറുത്ത രൂപം. കളക്ടർ അവരെ സൂക്ഷിച്ചു നോക്കുന്നതുകണ്ട ഡോക്ടർ പറഞ്ഞു, സാർ, ഇവര് മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്ന് തട്ടിയത്. ഒറ്റ വഴി 6 വിളി. ഡോക്ടർ, ഇവരെ ക്ലീൻ ചെയ്യൂ. അടുത്തത് നമ്മുടെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിക്കൂ. അറേഞ്ച് ടു ടേക്ക് ഹെർ ഇമ്മീഡിയറ്റ്ലി. സാർ, ഇവര് உங்களுக்கு ஏதாவது ரிலேட்டிவ்? ഇതെന്നമ്മ, സ്വന്തം അമ്മ. അമ്മാവാ? കടവുളെ. വീണ്ടും തിരിച്ചെത്തി കളക്ടർ ധർമ്മപാൽ ഒരു അക്ഷരം മിണ്ടാതെ സോഫയിൽ ചാഞ്ഞിരുന്നു. എന്നിട്ട് മോനെ മുഖത്തേക്ക് വന്ന ഭാര്യ അസുഖം ചോദിച്ചു, എന്തേ, എന്താ പറ്റി? മോനോട് പോലും ഒന്നും മിണ്ടിയില്ല. ഓഫീസിൽ ഇന്നും ആരെങ്കിലും ജാതിപ്പനി വെച്ച് കഴിച്ചോ? ഇല്ല സുധേ, ഞാൻ എന്റെ അമ്മയെ കണ്ടു. സർക്കാർ ആശുപത്രിയുടെ ചവറ്റ് വീണടിക്കട്ടെ. രമണ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട്. നില വളരെ മോശ. നിങ്ങൾ വിശ്വസിക്കാതെ നമ്മൾ തന്നെ ശ്രമിച്ചില്ലേ? 2 വട്ടം കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ടും സ്വഭാവം മാറുന്നില്ലല്ലോ. ധർമ്മപാൽ കട്ടിലിൽ ചാഞ്ഞു കിടന്നു. കണ്ണടയ്ക്കാൻ ശ്രമിക്കവേ ഓടിയെത്തുന്ന ഓർമ്മകൾ. കാട്ടുചോല കരയിൽ ഒരു കരിമരുതിന്റെ ചൂട്ടിൽ കാലം കുടഞ്ഞെറിഞ്ഞ കാട്ടുനായകന്റെ ജന്മം. കാട്ടിൽ നായാടി നടന്ന കാട്ടുനായകന്മാരുടെ വിധി. പെറ്റമ്മയുടെ മാറി തൂങ്ങി കാടുകൾ മാറി തെണ്ടി നടന്ന ആളുകൾ. കാട്ടരിയും മലനായും ഒക്കെ പച്ചക്ക് കടിച്ചു കയറി തിന്നുന്ന ആളുകൾ. വല്ലപ്പോഴും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങിയാൽ തെരുവിലെ ഇച്ചത്തൊട്ടിൽ നിന്നും ഭക്ഷിച്ചെന്നാൽ വഴിവാരി അമ്മ 7 മക്കളെ വെച്ച് 6 മേടിച്ച് അവശേഷിക്കുന്ന തന്നോട് അമ്മയ്ക്കെന്ത് വാത്സല്യമായിരുന്നു. കണി കാണാൻ കൊള്ളാത്ത മലയാളികളെ പകൽ സമയത്ത് കണ്ടിട്ടുണ്ടാൽ അവൾ കല്ലെടുത്തു. അന്ന് 7 വയസ്സായി കാണും. അമ്മയെ തേടി യാത്രത്തിലൂടെ നടക്കുമ്പോൾ കരുമനായി യാത്രത്തിൽ അടിച്ചു നീന്തും ചെറുപാല കണ്ണാർ വിളിച്ചു ചാടി. പുറത്ത് സൂര്യ പ്രഭയോടൊരാളിൽ വിളിച്ചിരുന്നു. കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആ പീതാംബരധാരി തന്റെ സ്നേഹത്തോടെ മടി വിളിക്കുന്നു. വാ, ഇങ്ങടുത്ത് വാ, ചോറ് തരാം, ചോറ്. താൻ എടുത്തു തന്നതും വാരിയെടുത്ത് ആദ്യം കുളിപ്പിച്ചു. ആശ്രമത്തിൽ കുളിച്ചെന്ന് ഒടുമ്പും വയറു നേരെ ആഹാരവും തന്നു. അനാഥ കുട്ടികൾക്കൊപ്പം താനും അവിടെ 2 നിവാസിയായി. ആഴ്ച കഴിഞ്ഞില്ല. അല്ലറി വിളിച്ചോണ്ട് അമ്മയെത്തി. എപ്പോഴും
പോസ്റ്റിൽ അനുഭവിക്കേണ്ടി വന്നത്. പരിഹാസം, ഒറ്റപ്പെടുത്തൽ, കൊത്താക്കുകൾ, പൊതു കക്കൂസ് പോലും തനിക്ക് നിഷേധിച്ചു. ഒക്കെ സഹിച്ചു, പഠിച്ചു, എന്നും ഒന്നാമതായി വിജയിച്ചു. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നുപോയത്. പിതാവിന്റെ വിരൽ നേടി അന്ന് സ്വാമിജിയുടെ അടുത്തേക്ക് ഓടിയെത്തി. അദ്ദേഹം മരണശൈലിയായിരുന്നു. തന്നെ സ്നേഹത്തോടെ തരടി അദ്ദേഹം പറഞ്ഞു, പാവം നിന്റെ അമ്മ സ്നേഹസ്വരൂപമല്ലേ, ത്യാഗസവസ്വമല്ലേ, സ്നേഹ സാമ്രാജ്യം തന്നോരമ്മയെ മറക്കല്ലേ, സ്നേഹ സാമ്രാജ്യം തന്നോരമ്മയെ മറക്കല്ലേ. അമ്മയെ കണ്ടെത്തണം, സംരക്ഷിക്കണം. ധർമ്മ നീയായി യേശു വരണം. ഭരണ നിയന്ത്രണം നിന്റെ കയ്യിൽ വരണം. അകൃത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് എന്റെ അന്ത്യാഭിലാഷം. ഇനി കാണാൻ വരണമെന്നില്ല. നന്നായി വരും സ്വാമി, എന്റെ സ്വാമി. അറിയാമോ കുഞ്ഞ, ആ വിളി കേട്ടാണ് ഭാര്യ എത്തിയത്. ഹലോ, മനോരഞ്ജത്തിൽ ഇവൾക്കും മോനോട് ഒരു ഇടുണ്ടാവോ? സുധി, ഞാനായിരിക്കും നീയല്ലേ? IAS ജില്ലാ കളക്ടറായി. അതൊക്കെ തന്നെ അവരിഷ്ടയിൽ ആണ്ടറിഞ്ഞ എന്നെ നീയാണ് വിളിച്ചെത്തിയത്, കർമ്മധീരനാക്കിയത്. അപ്പോ ഈ അലങ്കാരങ്ങൾ എപ്പോഴേ പ്രഭാതം. അതെ, പത്രപ്രവർത്തകയായ സുധാ ധർമ്മപാലിന്റെ ചിത്രസഖിയായാലും യാദർശികമായാണ്. കളക്ടറുടെ പത്രസമ്മേളനങ്ങളിലും സെമിനാറുകളിലും അവൾ പതിവായി പങ്കെടുക്കുമായിരുന്നു. തികഞ്ഞ ബുദ്ധിമാൻ, പുരോഗമനവാദി, നല്ല പെരുമാറ്റം. അവൾക്ക് ഇഷ്ടമായി. ഒടുവിൽ തുറന്നങ്ങ് ചോദിച്ചു, കൂടെ വന്നിടും ഞാൻ ഇഷ്ടമല്ലേ? വീടു വീടിഞ്ഞു ഞാൻ വരും നിനക്കായി. ഉത്തരമന്നവൻ മൂളും മുമ്പേ ഉച്ചവരാകെ ഇളകിയെത്തി. ജാതിക്കോവലും കുടുംബക്കാരും കരുതി അയ്യക്കാരുടെ നഗരം പ്രണയിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ അവൾ പറയുന്നില്ല. ഇറങ്ങി വന്നു. ധർമ്മപാലിനെ വിവാഹം ചെയ്തു. മാതൃകാ ദമ്പതികളായി ജീവിച്ചു. അവർ ഒരു മകനും പിറന്നു. നീണ്ട അന്വേഷണങ്ങളിലൂടെ അമ്മയെ കണ്ടെത്തി വീട്ടിലെത്തിച്ചെങ്കിലും അവർക്ക് സുധയുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. തന്റെ മകനെ തട്ടിയെടുത്ത മറ്റൊരു ശത്രുവായാണ് അവർ സുധയെ കണ്ടത്. അമ്മയെ നോക്കാൻ ഹോംലെസിനെ വെച്ചു. അഞ്ചെന്നാൽ അവരുടെ കൈ കടിച്ചു പൊളിച്ച് അവർ ഓടിപ്പോയി. പിന്നീട് 5 വർഷത്തേക്ക് ഒരു വിവരവുമില്ല. അന്ന് കളക്ടറുടെ സെമിനാർ നടക്കുകയാണ്. തിങ്ങി നിറഞ്ഞ സദസ് പെട്ടെന്ന് എഴുതുന്നൊക്കെ കളക്ടറെ കെട്ടിപ്പിടിച്ചു കളഞ്ഞു. മോനെ കാപ്പ, നമ്മുടെ കാട് മാറ്റാൻ കസേരയിൽ ഇരുന്നുകൂടും. തൊമ്പ്രാക്കൾ കൊള്ളും. എന്റെ കൂടെ കാട്ടിലേക്ക് വാങ്ങണ. ഏതായിട്ടാണ് പിടിക്കുന്നേ? പോലീസുകാർ പാഞ്ഞു. വേണ്ട, ഇതെന്റെ അമ്മയാ. ഒരു വിധത്തിലാണ് അമ്മയെ വീട്ടിലെത്തിച്ചത്. പത്രക്കാർക്കത് ചൂടുള്ള വാർത്തയായി. പിറ്റേന്ന് വാർത്ത തന്നിരുന്നു. ജില്ലാ മേധാവി ഗാന്ധി തലയുടെ മകൻ, പെറ്റുതലയെ തെണ്ടാമിട്ട് നാട് പഠിക്കുന്നവൻ. അന്ന് അയൽക്കാരാണ് ആദ്യം വീണത്. സുധേ, ആ കള്ളവന്റെ കുതിരി കൊണ്ട് പോന്നേ, ആ കള്ളവന്റെ കുതിരി കൊണ്ട് പോന്നേ. രാത്രി വൈകിട്ട് ധർമ്മപാൽ സുധിനെ കൂട്ടി ഉടൻ പുറപ്പെട്ടു. ആപൽപ്പായത്തോടെ കാവുമ്പോൾ മകന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. നിറയുന്ന കൺകളിൽ തെളിയുന്നിതാ മുഖം, ചിരി തൂക്കിടുന്നു, വിളിച്ചിടുന്നു. അരുതാത്തൊരായിരം ദുരിത ദൃശ്യങ്ങൾ ഹൃദയത്തിലുണരുന്നു മനമുരുകി, ഹൃദയത്തിലുണരുന്നു മനമുരുകി. ആശങ്കയും മുൻമേലേർപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ അവരെ കുഞ്ഞിനെ ഇച്ചക്കത്തിൽ നിന്നും ചോറോട്ടുന്നു. സുധ ഒറ്റതുപ്പിട്ട് അവരെ തള്ളിയിട്ട് കുഞ്ഞിനെ കൈക്കലാക്കി. ഒരു മുരൾച്ചയുടെ തുറച്ചു നോക്കുന്ന അമ്മയെ മകൻ ശകരിച്ചു. ഒഴുകുന്ന കണ്ണീരോടെ അവർ ബീച്ചിൽ നടന്നു. അത്ര ഫോൺ ശ്രദ്ധിച്ചു. ഹലോ, രമണി ഹോസ്പിറ്റലിൽ നിന്നാണ്. അവർ അവിടെ എത്തി. അന്ത്യശ്വാസം വയ്ക്കുന്ന അമ്മയെ മകൻ പതുക്കെ തൊട്ടി വിളിച്ചു. അമ്മ, അമ്മ, പിള്ളേരുടെ കണ്ണുകൾ പതുക്കെ തുറക്കുന്നു. മോനെ കാപ്പ, എനിക്ക് ചോറ്, എനിക്ക് ചോറ്. ശ്വാസം കൂടി. ഒടുവിൽ ആ കണ്ണുകളിൽ നിർണയമായി അടയ്ക്കപ്പെട്ടു. പാവമ്മ. ജന്മാന്തരങ്ങളിൽ കർമ്മബന്ധങ്ങളിൽ പുണ്യഹർഷം. അമ്മ, ഒരു പൂ നൽകുവാൻ ഒരു വസന്തം തരും സ്നേഹസ്വരൂപിണി. അമ്മ, ത്യാഗമൂർത്തി. അമ്മ. പ്രിയരെ, പുതിയ പരിധികളിലേക്ക് പിന്നാലെ പോകാതെ പഴയ ആചാരങ്ങളിലും മാമൂലികളിലും അധികരിക്കുന്ന അധികൃത സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ 100 സിംഹാസനങ്ങൾ ഉയർന്നു വന്നിട്ടും ഫലം കണ്ടില്ല എന്ന ദുഃഖ സത്യത്തിന് മുന്നിൽ നീതി നിഷേധിക്കപ്പെട്ട വാടിയാറിലെ സഹോദരിമാരെ ഓർമ്മിച്ചുകൊണ്ട്
മര്യാദ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.